ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും നമസ്കാരം. ഇത് മാധവ മാസമാണ്. മാധവ മാസം എന്നാൽ വൈശാഖ മാസം. അപ്പോൾ വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങി ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ തൻ്റെ ഭക്തരുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാസം അതിഥികളെ സ്വീകരിക്കുന്ന മാസമായിട്ട് എടുക്കാം. കാരണം അതിഥി എന്ന് പറയുമ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലും വരാമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പുല്ലാങ്കുഴൽ വെച്ചുകൊണ്ടായിരിക്കില്ല ഭഗവാൻ വരുന്നത്. ഒരു ഭിക്ഷക്കാരനെ പോലും നമുക്ക് ഭഗവാന്റെ രൂപത്തിൽ ഭഗവാൻ ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ വരാം. അതാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പലരെയും നമ്മൾ കണക്കാക്കാറില്ല, പക്ഷെ അത് ആ ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അതിഥി ദേവോ ഭവ എന്ന ഈ മാധവ മാസത്തിലെ, ഈ വൈശാഖ മാസത്തിൽ വളരെ പ്രാധാന്യമാണ്, വളരെ പ്രസക്തമാണ്. കാരണം ഭഗവാൻ തൻ്റെ ഭക്തനെ സന്ദർശിക്കാൻ വീടുകളിലെത്തുന്നു എന്നാണ്. വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭഗവാൻ ഭക്തൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുക? നമ്മൾ പഴങ്ങളും എല്ലാം എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ലതായിട്ടുള്ളത് അതൊക്കെയാണ് നമ്മൾ അതിഥികൾക്ക് കൊടുക്കുക. അപ്പം നമുക്കും ഭഗവാനെ സ്വീകരിക്കാനായിട്ട് ഈ ഒരു മാസം വ്രതശുദ്ധിയോടുകൂടിയിരിക്കുന്നവരുണ്ട്. ഒരു മാസക്കാലം വ്രതം എടുക്കുന്നവരുണ്ട്. അതായത് ലളിതമായ ഭക്ഷണം, അതുപോലെ പിന്നെ സസ്യാഹാരങ്ങളൊക്കെ മാത്രം, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പൂജാതി കർമ്മങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പാരായണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം ഇതെല്ലാം പാരായണം ചെയ്യാനും ഏറ്റവും നല്ല മാസമാണ് മാധവ മാസം അല്ലെങ്കിൽ വൈശാഖ മാസം. ഇനി ഈ ഒരു പാരായണങ്ങൾ തുടങ്ങാത്തവർക്ക് ഇതൊക്കെ തുടങ്ങാനും പറ്റുന്ന ഏറ്റവും ഒരു നല്ല സമയമാണ് മാധവ മാസം അല്ലെങ്കിൽ വൈശാഖ മാസം. വൈശാഖ മാസത്തിന് പുണ്യം ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ അതായത് വിഷ്ണു ക്ഷേത്ര ദർശനം ഏറ്റവും നല്ലത് ഈ മാസത്താണെന്ന് പറയുന്നു. അപ്പോൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും പ്രധാനം ഗുരുവായൂരാണ്. അപ്പോൾ ഭൂമിയിലെ വൈകുണ്ഠം എന്നാണ് ഗുരുവായൂരിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഗുരുവായൂർ ദർശനം ഒക്കെ നമുക്ക് നടത്താം. പക്ഷേ എല്ലാവർക്കും ഗുരുവായൂർ പോകാൻ പറ്റുമെന്നല്ല. നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ ദർശനം നടത്താം. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെയൊക്കെ വിചാരം എല്ലാ ക്ഷേത്രങ്ങളിൽ അല്ല ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഇരിക്കുന്നു എന്ന് ഗീത പറയുന്നു. സമം സർവേഷു ഭൂതേഷു ഹൃദയേഷേ അർജുന തിഷ്ഠതി എന്ന ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു അർജുന എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളതറിയാതെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ കെയർ ചെയ്യാത്തൊരു ലോകമാണ്. നമ്മൾ നമ്മുടെ ഒരു സ്വാർത്ഥമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ കാര്യം, നമ്മുടെ ജീവിതം, നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ, അതിൽ നമ്മളിങ്ങനെ ഒതുങ്ങി പോകുന്നു. അപ്പോൾ എന്നാൽ മാധവ സേവ എന്ന് പറയുന്ന മാനവ സേവയാണ്. മാനവ സേവ മാധവ സേവ എന്ന് പറയാം. കാരണം മനുഷ്യന് വേറൊരാളെ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മാധവന് നൽകുന്ന ഒരു സേവയാണ്. അതായത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് നൽകുന്ന ഒരു സേവയാണ്. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ അറിയുന്നു എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അത്ര പരിഗണിക്കാറില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സ്വാർത്ഥ ലോകത്തിലേക്ക് ഇങ്ങനെ ഈ കലികാലത്തിൽ ഒതുങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം പറഞ്ഞ് പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അവരുടെ സ്വഭാവവും എല്ലാം കാലക്രമേണ അവരുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്താ പറയുക, നമ്മൾ
തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് സ്വഭാവ രൂപീകരണം എന്നുള്ളത്. അത് ആവശ്യമാണ്. കാരണം അത് നല്ല കുട്ടികളായിട്ട് അവർ വളരുമ്പോൾ ഈ ഒരു ചിന്ത, മാനവ സേവ മാധവ സേവ എന്ന് പറയുന്ന ആ ഒരു ചിന്ത അവരിൽ നമ്മളെ എത്തിക്കുമ്പോൾ മാത്രമേ അവർക്ക് കുട്ടികൾക്ക് മറ്റുള്ളവരോടൊരു പരിഗണനയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പരിഗണനയിലൂടെ അവർ സ്വന്തം ആളുകളെയും പരിഗണിക്കാൻ തുടങ്ങും, മറ്റുള്ള സമൂഹത്തിലെ മറ്റാളുകളെയും പരിഗണിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സമൂഹം ഇന്ന് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു മാധവ മാസത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ, വിഷ്ണു ഭഗവാന്റെ ഏറ്റവും വലിയ തത്വമായ മാനവസേവ മാധവസേവ എന്ന് പറയുന്ന ആ ഒരു തത്വം തന്നെ നമുക്ക് നെഞ്ചിലേറ്റാം. കാരണം അതാണ് ഏറ്റവും നല്ലത്. ഇനി ഭഗവാൻ മഞ്ഞപ്പട്ടൊക്കെ ചുറ്റി വേണുവൊക്കെ ഊതി അങ്ങനെ തൻ്റെ സതീർത്ഥ്യരെ കാണാൻ വരുമെന്നും, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ദിവസം ഭഗവാന് വേണ്ടി പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളിലും ആ ഒരു സംസ്കാരം നമുക്ക് പകരാൻ കഴിയും. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 2 നേരവും വിളക്ക് കത്തിക്കാം. രാവിലെയും വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന ഒരു സംസ്കാരം നല്ലതാണ്. അപ്പോൾ ഒരു വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബുദ്ധിയുടെ ഒരു പ്രതീകമാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിയെ പ്രോജ്വലിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് നമ്മൾ വയ്ക്കുമ്പോൾ ദാറ്റ് ഷോസ് ദ ഇൻ്റലിജൻസ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒന്ന് പ്രോജ്വലിപ്പിക്കണം. നമുക്ക് ബുദ്ധി ഷാർപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലി ചെയ്യാൻ കഴിയും? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും, എന്തിനധികം പറയുന്ന ഒരു ചായ വയ്ക്കണമെങ്കിൽ പോലും നമ്മുടെ ബുദ്ധി അതിൻ്റെ കൂടെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എത്രയൊക്കെ ഇടുന്നു എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആ ബുദ്ധിയെ പ്രോജ്വലിപ്പിക്കാനാണ് നമ്മളൊരു വിളക്ക് പോലും കത്തിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഈ മാധവ മാസത്തിൽ, ഈ വൈശാഖ മാസത്തിൽ 2 നേരം വിളക്കൊക്കെ കത്തിക്കുന്ന സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ ശരീരശുദ്ധിയേക്കാളും പ്രാധാന്യമുള്ളതാണ് മനഃശുദ്ധി. അപ്പോൾ നമുക്ക് ഒരു മാസത്തോളം വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ വ്രതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ലളിതമായ ഭക്ഷണം, സസ്യാഹാരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലളിതമായ ഭക്ഷണം കഴിക്കുകയും പിന്നെ ഈ സ്വാധ്യായങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത അങ്ങനെയുള്ള വിഷ്ണു ഭഗവാന്റെ കഥകൾ ഇതെല്ലാം വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഭഗവത് തത്വങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതാണ് ഒരു രീതി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാനവസേവ മാധവസേവ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഒരു സേവന പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് നടത്താം. എന്തെങ്കിലും ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഒരു കൈത്താങ്ങ് പോലും ഒരു സേവയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഒരു അടുത്തുള്ള ഒരാൾക്ക് ഒരു വീട് കെട്ടിക്കൊടുക്കുക, അതായിരിക്കും സേവ. അങ്ങനെയൊന്നുമില്ല. ഒരു വീട് കെട്ടിക്കൊടുക്കുകയൊന്നും വേണ്ട. നമുക്കുള്ള നല്ല ഒരു അധികം പഴക്കമില്ലാത്ത ഒരു ഡ്രസ്സ് ഇല്ലാത്തവന് കൊടുക്കുന്നത് പോലും ഒരു സേവനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹാന്മാരുടെ ജന്മം ഈ ഒരു മാസത്തിലാണ് നടന്നത്. അതായത് പിന്നെ ശങ്കരാചാര്യരുടെ ജയന്തി നാളെയാണ്. അതായത് മെയ് 12-നാണ് ശങ്കര ജയന്തി. അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തെ അതിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉയർത്തി കുറച്ച് കുറഞ്ഞ ഒരവസ്ഥ ഉണ്ടായിരുന്നു ഹിന്ദു മതത്തിന്. അതായത് അതിൻ്റെ പ്രാധാന്യം അറിയാത്തൊരു കാലത്ത് കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ഹിന്ദുമതത്തെ എത്തിക്കാൻ ശങ്കരാചാര്യർ എന്ന് പറയുന്ന വലിയ ആചാര്യൻ്റെ ആ ഒരു എന്താ പറയുക പ്രയത്നമാണ്. ഭാരതത്തിലുടനീളം ദിഗ്വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയൊക്കെ നടത്തി, ദിഗ്വിജയ യാത്ര ഒക്കെ നടത്തി എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ ഉദ്ധരിച്ച് അവിടുത്തെ ആചാരവിധികളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇന്ന് ഗുരുവായൂരിലെ
ക്ഷേത്ര ആചാരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ശങ്കര ജയന്തി വരുന്നത് ഈ മാസമാണ്. പിന്നെ ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളായ നരസിംഹാവതാരം, ദത്താത്രേയ അവതാരം, ബലരാമ അവതാരം, പിന്നെ പരശുരാമ അവതാരം, ബുദ്ധപൂർണിമ, ഇതെല്ലാം ഈ മാസത്താണ് വരുന്നത്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പുണ്യമാസത്തിൽ, മാധവമാസത്തിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.